നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ഗസ അമേരിക്ക ഏറ്റെടുത്താൽ പലസ്തീൻ ജനതയ്ക്ക് അവകാശമുണ്ടാവില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതേസമയം പലസ്തീനിലെ ജനങ്ങൾക്ക് മികച്ച പാർപ്പിട സൗകര്യം അറബ് രാജ്യങ്ങളിൽ ഒരുക്കുമെന്നും ട്രംപ് പറഞ്ഞു. ജോർദാൻ രാജാവ് അബ്ദുല്ല രണ്ടാമനുമായി ഇന്ന് വൈറ്റ് ഹൗസിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ പലസ്തീനിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്ക ഗാസ സ്വന്തമാക്കുമെന്നും മനോഹരമായി പുനർനിർമ്മിക്കുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ എന്ത് അധികാരത്തിലാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കിയില്ല. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി ചർച്ച നടത്തി മന്ത്രിമാർ. നിയമമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമാണ് ചർച്ച നടത്തിയത്. VC നിയമനത്തിലെ അനിശ്ചിതത്വം അടക്കം കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. നെൽവയൽ തണ്ണീർത്തട പരിധിയിൽപ്പെട്ടാലും ഡാറ്റാ ബാങ്കിൽപ്പെട്ടാലും താമസിക്കുവാൻ സ്വന്തമായി വീടില്ലാത്ത കുടുംബത്തിന് വീട് വയ്ക്കാൻ പഞ്ചായത്തോ നഗരസഭയോ അനുമതി നൽകേണ്ടതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിൽ 10 സെന്റും നഗരത്തിൽ 5 സെന്റും സ്ഥലത്ത് വീട് വയ്ക്കാനാണ് അനുമതി നൽകേണ്ടതെന്ന് TI മധുസൂദനന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് നിയമസഭയിൽ മുഖ്യമന്ത്രി മറുപടി നൽകി. സംസ്ഥാനത്ത് കിഫ്ബി പദ്ധതികൾ നിലയ്ക്കുന്നുവെന്നതിൽ പ്രതിപക്ഷ MLA റോജി M. ജോൺ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി. കിഫ്ബി ജനങ്ങളുടെ ബാധ്യത ആകുന്നുവെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ റോജി M. ജോൺ ആരോപിച്ചു. ഇനി ട്രോളുകളും സംസ്ഥാനത്ത് വരുമെന്നാണ് വിവരമെന്നും തോമസ് ഐസക് നിയമസഭയിൽ പറഞ്ഞിരുന്നത്. കേരളത്തിലെ ഒരു പാലത്തിനും റോഡിനും ടോൾ ഉണ്ടാകില്ലെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറുകയാണെന്നും റോജി M. ജോൺ പറഞ്ഞു. കിഫ്ബി ഇപ്പോൾ വെന്റിലേറ്ററിലായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഇത് ഊരേണ്ടത് എപ്പോഴാണെന്ന് ചോദിക്കേണ്ട അവസ്ഥയാണെന്നും കിഫ്ബി പരാജയപ്പെട്ട മോഡലാണെന്നും കിഫ്ബി ആരുടെയും തറവാട് സ്വത്ത് വിറ്റ പണം അല്ലെന്നും മോട്ടോർ വാഹന സെസ് ആണ് കിഫ്ബിയുടെ അടിസ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു. കിഫ്ബി ട്രോളിന്റെ കാര്യം പറഞ്ഞ് ആളുകളെ ആശങ്കയിലാക്കേണ്ട കാര്യമല്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കിഫ്ബി വഴി വരുമാനദായക പദ്ധതികൾ ഇനിയും കൊണ്ടുവരുമെന്നും കിഫ്ബിക്ക് ട്രിപ്പ് കൊടുക്കേണ്ട അവസ്ഥയൊന്നുമില്ലെന്നും ധനമന്ത്രി പറഞ്ഞു. ട്രിപ്പും ബൂസ്റ്റും കൊടുത്ത് BJPയെ വളർത്തുന്നത് പ്രതിപക്ഷമാണെന്നും മോൻ ചത്താലും മരുമകളുടെ കണ്ണീരെന്ന നയമല്ലേ ദില്ലിയിൽ കോൺഗ്രസ് എടുത്തതെന്നും ധനമന്ത്രി ചോദിച്ചു. റോജി M. ജോണിന്റെ മണ്ഡലത്തിൽ വരെ വികസനം എത്തിച്ചത് കിഫ്ബിയാണെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതിയായ അനന്തകൃഷ്ണനിൽ നിന്ന് 1 രൂപ പോലും വാങ്ങിയിട്ടില്ലെന്നും തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ പറഞ്ഞു. അനന്തകൃഷ്ണനിൽ നിന്ന് പണം വാങ്ങിയെന്ന് തെളിയിക്കാൻ റിപ്പോർട്ടർ ചാനലിനെ വെല്ലുവിളിക്കുകയാണെന്നും ഒരൊറ്റ പൈസ പോലും വാങ്ങിയിട്ടില്ലെന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. റിപ്പോർട്ടർ ചാനൽ തനിക്കെതിരെ തെറ്റായ വാർത്ത നൽകിയെന്നാണ് മാത്യു കുഴൽനാടൻ്റെ ആരോപണം. ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥി മിഹർ അഹമ്മദ് ആത്മഹത്യ ചെയ്ത വിഷയം വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. റാങ്കിംഗ് പൊതുസമൂഹത്തിൽ നിന്നും പോലീസിൽ നിന്നും മറച്ചുവെക്കാൻ സ്കൂൾ അധികൃതർ ശ്രമിച്ചെന്ന് മാതാപിതാക്കൾ പരാതി നൽകിയിരുന്നു. സ്കൂൾ പ്രവർത്തിക്കാനുള്ള NOC ഹാജരാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. ഇതുവരെ സ്കൂൾ അധികൃതർ ഹാജരാക്കിയിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. മാധ്യമങ്ങളുടെ കൈപിടിച്ചല്ലാതെ ജനാധിപത്യത്തിനോ ഭരണകൂടത്തിനോ നിലനിൽപ്പില്ലെന്ന് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CB ആനന്ദബോസ് വ്യക്തമാക്കി. ജനാധിപത്യ സമൂഹങ്ങളിൽ ജനങ്ങളുടെ ജിഹയും മനസാക്ഷിയുമാണ് മാധ്യമങ്ങളെന്നും രാജ്യത്തിൻ്റെ നേട്ടം ലോകത്തിനു മുന്നിൽ ശരിയായി അവതരിപ്പിക്കേണ്ട ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കുണ്ടെന്നും സമൂഹത്തിൽ അക്രമവും അഴിമതിയും കാണിക്കുന്നവരുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുകയാണ് മാധ്യമങ്ങളുടെ ദൗത്യമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള മീഡിയ അക്കാദമിയിൽ നടന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ആനന്ദബോസ്. പോലീസിനെതിരെ വിമർശനവുമായി G. സുധാകരൻ. നിയമം സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവർ നിയമം ലംഘിക്കുകയാണെന്നും അതാണ് ചില പോലീസുകാർ ചെയ്യുന്നതെന്നും സുധാകരൻ പറഞ്ഞു. കല്യാണ പാർട്ടി തഴഞ്ഞു വന്നവരെ തല്ലിച്ചതച്ചുവെന്നത് ഗുരുതരമായ തെറ്റാണെന്നും പത്തനംതിട്ടയിൽ ആളിമാറി തല്ലിയ പോലീസുകാർ സർവീസിലിരിക്കാൻ യോഗ്യരല്ലെന്നും അദ്ദേഹം പറഞ്ഞു.
പുരോഗമന സംസ്കാരത്തിന് ഇടിവ് വരുത്തുന്ന പ്രവർത്തനങ്ങൾ മാധ്യമങ്ങളുടെയും ചില സാഹിത്യകാരന്മാരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തെറ്റായ വാർത്തകൾ നൽകി വിവാദ വ്യവസായത്തിൻ്റെ ഭാഗമാകുന്ന പ്രവണത വർദ്ധിക്കുകയാണെന്നും കൂട്ടത്തോടെ മാധ്യമ മേഖലയെ കോർപ്പറേറ്റ് ഏറ്റെടുക്കുകയാണെന്നും മാധ്യമരംഗത്ത് കോർപ്പറേറ്റ് ആധിപത്യം വരുമ്പോൾ ജനതാൽപര്യം ഹനിക്കപ്പെടുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന മന്ത്രിസഭാ യോഗം സ്വകാര്യ സർവകലാശാല ബില്ലിന് അനുമതി നൽകി. നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്നാണ് വിവരം. വിസിറ്റർ തസ്തിക ഒഴിവാക്കിക്കൊണ്ടാണ് കരട് ബില്ലിന് അനുമതി നൽകിയത്. CPIയുടെ എതിർപ്പ് മൂലമാണ് മാറ്റം. പരാതി ഉന്നയിച്ച വകുപ്പ് മന്ത്രിമാരുമായി ചർച്ച നടത്തി മന്ത്രിസഭാ യോഗം ബില്ലിന് അംഗീകാരം നൽകും. ഇടുക്കി പെരുവന്താനത്ത് ചെന്നപ്പാറയ്ക്ക് സമീപം കൊമ്പൻപാറയിൽ യുവതിയെ ആന ചവിട്ടി കൊന്നു. നെല്ലിവിള പുത്തൻവീട്ടിൽ സോഫിയ ഇസ്മായിൽ എന്ന 45-കാരിയാണ് മരിച്ചത്. കൊമ്പുകുത്തിയിൽ ബസ് ഇറങ്ങിപ്പോകുന്നതിനിടെയാണ് ആന ആക്രമിച്ചത്. പെരുവന്താനത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയയുടെ കുടുംബത്തിന് 10 ലക്ഷം ധനസഹായം പ്രഖ്യാപിച്ചു കളക്ടർ. ഇന്ന് തന്നെ ധനസഹായം നൽകുമെന്ന് കളക്ടർ വിഘ്നേശ്വരി ഉറപ്പ് നൽകി. സോഫിയയുടെ മക്കൾക്ക് ജോലി നൽകുമെന്നും കാട്ടാനയുടെ ഭീഷണിയിൽ കഴിയുന്ന 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുമെന്നും കളക്ടർ ഉറപ്പ് നൽകി. ഉറപ്പുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം അവസാനിപ്പിച്ച് മൃതദേഹം സംഭവ സ്ഥലത്ത് നിന്നും മാറ്റി. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത് അഴിമതിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എന്നാൽ അഴിമതി നടത്തിയവരെ സംഘടന സംരക്ഷിച്ചില്ലെന്നും നടപടിയുണ്ടായെന്നും ഗോവിന്ദൻ പറഞ്ഞു. തൃശൂർ ജില്ലാ സമ്മേളനത്തിലാണ് MV ഗോവിന്ദൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. സഹകരണ മേഖലയിലെ തെറ്റായ പ്രവണത വെച്ചുപറപ്പിക്കില്ലെന്നും അഴിമതി ആരു ചെയ്താലും നടപടി ഉണ്ടാകുമെന്നും അതേസമയം ഇല്ലാത്ത അഴിമതിയുടെ പേരുള്ള ED ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ വേട്ടയാടലിനെ പാർട്ടി പ്രതിരോധിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മതിയായ ലൈസൻസുകളോ കോസ്മെറ്റിക് റൂൾസ് 2020 നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളോ പാലിക്കാതെ നിർമ്മിച്ച് വിതരണം നടത്തിയ 12 സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലായി 101 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. ലിപ്സ്റ്റിക്, ഫേസ് ക്രീം, ബേബി പൗഡർ, ബേബി സോപ്പ്, ബേബി ഓയിൽ തുടങ്ങിയവയാണ് പ്രധാനമായും പരിശോധിച്ചത്. വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ രജിസ്ട്രേഷൻ വകുപ്പിലെ 6 ഓഫീസർമാർക്കെതിരെ തൃശൂരിലെ സ്വകാര്യ ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. പ്രതിമാസ കോൺഫറൻസിന്റെ പേരിൽ ഒത്തുകൂടി പണപ്പിരിവ് നടത്തി മദ്യപിച്ചു എന്ന പരാതിയെ തുടർന്നായിരുന്നു വിജിലൻസിന്റെ പരിശോധന. ഇവരിൽ നിന്ന് അനധികൃതമായി സൂക്ഷിച്ച 33,050 രൂപ പിടിച്ചെടുത്തു. കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന ഏണസ്റ്റ് രാജിവെച്ചു. മുന്നണിയിലെ ധാരണ പ്രകാരമാണ് രാജി. അവസാന 1 വർഷം മേയർ സ്ഥാനം CPIക്കെന്നായിരുന്നു മുന്നണിയിലെ ധാരണ. കാലാവധി കഴിഞ്ഞിട്ടും പ്രസന്ന ഏണസ്റ്റ് മേയർ സ്ഥാനം ഒഴിയാത്തത് CPI പ്രതിഷേധത്തിലായിരുന്നു. പലവട്ടം ഇക്കാര്യം മുന്നണിയിൽ ഉന്നയിച്ചിട്ടും ഫലം കാണാതെ വന്നതോടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനവും 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനവും CPI രാജിവെച്ചിരുന്നു. അന്ന് തന്നെ താൻ സ്ഥാനമൊഴിയുമെന്ന് പ്രസന്ന ഏണസ്റ്റ് വ്യക്തമാക്കിയിരുന്നു. ആരുമൂട് സ്വദേശിയായ 11 വയസ്സുകാരൻ പേവിഷബാധയേറ്റ് മരിച്ചു. ശ്രാവൺ കൃഷ്ണയാണ് മരിച്ചത്. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലേക്ക് ഇന്നലെയാണ് മരണം സംഭവിച്ചത്. ഫെബ്രുവരി 6-നാണ് പേവിഷബാധയുടെ ലക്ഷണങ്ങളോടെ കുട്ടിയെ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചത്. 2 ആഴ്ച മുമ്പ് സൈക്കിളിൽ പോകുമ്പോഴാണ് കുട്ടിയെ തെരുവ് നായ ആക്രമിച്ചത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.